ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കുറേ നല്ല ഞങ്ങളുടെ സഹോദരങ്ങൾ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നുണ്ട്. അവരാരുടെ ഈ പേര് വിവരങ്ങൾ എഴുതിയിട്ടില്ല. ഒരുപക്ഷെ നാളുകളിൽ പത്രത്തിൽ വരുമ്പോൾ ഇതിനു വേണ്ടി 10 പൈസയുടെ സഹായം ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ പേരായിരിക്കും നാളെ പത്രത്തിലുണ്ടാവുക. ഇതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് രാത്രി മുതലാക്കി പ്രവർത്തിച്ച വോളണ്ടിയർമാരെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ എത്ര സഹോദരങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളുമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുക. എൻ്റെ അഭിവാദ്യം കളങ്കമില്ലാത്തതാണ്. കാപട്യം ഉണ്ടാവില്ല. ഉള്ളത് മുഖത്ത് നോക്കി പറയും, ഇല്ലാത്ത കാര്യങ്ങൾ പറയില്ല, ഉള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നത്. അതുകൊണ്ട് ശത്രുക്കൾ കൂടുതലുള്ളത് കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നിട്ടില്ല. നാളെ പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യും. രാഷ്ട്രം 77 കൊല്ലമാണ് റിപ്പബ്ലിക്കായിട്ട് കടന്നുപോയി. റിപ്പബ്ലിക്കിനെ മറന്നു പോകുന്ന സമൂഹത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ പഠിക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കൊച്ചുകുട്ടികളോട് പറയാണ് റിപ്പബ്ലിക് ഡേ ആണ് എന്ന് പറഞ്ഞാൽ അറിയുന്ന എത്ര കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്? നമ്മുടെ രാജ്യത്തിന് റിപ്പബ്ലിക് എന്ന അർത്ഥമുണ്ട്. അത് രാജാധികാരം ജനങ്ങൾക്ക് നൽകിയ ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 77 കൊല്ലങ്ങൾ ഈ രാജ്യം നിലനിൽക്കുകയാണ്. 931 നമുക്കൊരു കൊടി വേണ്ടേ എന്ന് തീരുമാനിച്ചത്. ഏത് കൊടിയെടുക്കണമെന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായി. 931 പെങ്ങന്മാരെ കൊണ്ട് പഠിച്ചു. നമ്മളെ കൊടിയെങ്കിലും അറിയണ്ടേ? 931 ഇന്നത്തെ പാകിസ്ഥാന്റെ രവി നദിയുടെ കരയിൽ AICCയുടെ മഹാസമ്മേളനത്തിൽ വെച്ച് സമ്മേളനത്തിന് തൊട്ട് മുമ്പ് കൊടി രൂപകൽപ്പന ചെയ്യാൻ കൊടുത്തൊരാൾ ഒരു കൊടിയുമായിട്ട് വന്നു. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും മുമ്പിലേക്കാണ് വന്നത്. ആ കൊടിയിൽ ഏറ്റവും മുകളിലായി ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായ കാവ്യായിരുന്നു. തൊട്ടു താഴെ ഇന്ത്യയുടെ സമൃദ്ധിയുടെയും സെക്കുലറിസത്തിന്റെയും പ്രതീകമായ പച്ചയായിരുന്നു. ഈ 2 കൊടി 2 വരകൾ ചേർത്ത് വെച്ചിട്ട് ഗാന്ധിയോട് ചോദിച്ചു, ഇതുപോലെ ഇത് ഒരു സീറ്റെങ്കിലും കൊടുക്കുക. ഈ കൊടി പോലെ കാവ്യുണ്ടല്ലോ. RSS സംഘപരിവാരവും 1925 മാത്രം എടുത്തുപയോഗിച്ച കാവ്യ 1885 പൊടിയിൽ ചേർത്ത് വെച്ചൊരു പ്രസ്ഥാനം രാജ്യത്തിനൊരു പതാക ഉണ്ടാക്കാൻ 931 ചേർന്നപ്പോൾ ആദ്യം എടുത്തു വെച്ചത് കാവ്യ. നമ്മൾ കാവ്യക്കെതിരാണോ? എതിരാണോ? നമ്മളാണ് കാവ്യയെ കോൺഗ്രസിന്റെ പതാകയിലും അവിടെ നിறுവപ്പെട്ട ഇന്ത്യയുടെ പതാകയിലും നമ്മൾ ചേർത്ത് വെച്ചത് നമ്മളാണ്. 47 ഓഗസ്റ്റ് 15 പാകിസ്ഥാൻ പച്ചകെടുത്തത്. പാകിസ്ഥാൻ പച്ചകെടുക്കുന്നത് എത്രയോ മുമ്പ് 931 ലാഹോർ സമ്മേളനത്തിൽ പതാകയിൽ പച്ച കയറ്റിവെച്ചവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഗാന്ധി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ആ കാവി കൊള്ളാം, പച്ചയും കൊള്ളാം. ഇത് രണ്ടുമല്ലാത്തവരെയോ
ഇത് രണ്ടും അല്ലാത്തവർക്ക് ഇന്ത്യയില്ലേ? ആ ഇന്ത്യയിൽ അങ്ങനെയുള്ളവരില്ലേ? അവർ ഏതിനെ പ്രതികരിക്കും? ഗാന്ധി ശബ്ദം താഴ്ത്തിയിൽ പറഞ്ഞു, വെള്ളം കൂടി വെച്ചേക്കൂ, വെള്ളം കൂടി വെച്ചേക്കൂ. സാരാനാഥിലെ സ്തംഭത്തിൽ നിന്നും അശോക ചക്രം എടുത്തു വെച്ചു. അശോക ചക്രത്തിന് നിറം വേണ്ടേ? പഞ്ചാബിൽ പ്രതിനിധികൾ പറഞ്ഞു, സ്വർണ്ണ നിറമായിക്കൊള്ളട്ടെ, ഗോൾഡ് ആയിക്കൊള്ളട്ടെ. ഇത് വെറുതെ ഉണ്ടായ കൊടിയല്ല എന്നാണ് ഞാൻ കുത്തിക്കുത്തിയിരിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞത്. മനസ്സിലായോ? ഈ ചക്രം വെറുതെ ഉണ്ടായതല്ല, അതിന് ഗോൾഡൻ കളർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഗാന്ധി വീണ്ടും ഇടപെട്ടിട്ട് പറഞ്ഞു, വേണ്ട കേട്ടോ, നീല മതി. അത് ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ റിഫ്ലക്ഷനായി. അങ്ങനെയാണ് നമ്മുടെ കൊടിയുണ്ടായത്. ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ലേ ഇന്ത്യ. 1917 മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും ഗാന്ധിയുടെ വെള്ള മേൽമുണ്ടും വെള്ള മേൽമുണ്ടും ഒരു മെതിയടിയും ഒരു കുറുവടിയും അല്ലാത്ത ഒരു ഗാന്ധിയുടെ ചിത്രം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും? ഉണ്ടോ? കോട്ട ധരിച്ച ഗാന്ധി നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ടോ മകളെ? ഉണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഗാന്ധി കോട്ട് ധരിച്ച ഗാന്ധി ഉണ്ടോ? ഉമ്മമാരോടാണ്. ഉണ്ടോ? ഇല്ലല്ലോ. അതായിരുന്നില്ലേ ഗാന്ധി. ഗാന്ധി ഒരു വലിയ സമ്പന്ന കുടുംബത്തിലെ പൊന്നുമോനായിരുന്നു. അക്ഷരം പഠിക്കാൻ നിവർത്തിയില്ലാത്ത രാജ്യത്തു നിന്നും കടന്നു കിടന്ന് ലണ്ടനിൽ പോയി പഠിച്ചതാണ് ഗാന്ധി. ഗാന്ധി തിരിച്ചു വന്നിട്ട് ഇന്ത്യയെ കണ്ടെത്താൻ ഇറങ്ങി. പോയി 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 നമ്മുടെ കേരളത്തിന്റെ തൊട്ടടുത്തുള്ള തമിഴ്നാടിലെ മധുര നദിയുടെ കരയിൽ. മധുര നഗരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ? രാജരാജ ചോഴന്മാരുടെ വാസ്തുവിനെ കൊണ്ട് വിപ്ലവകരമായ മാറ്റം ഉണ്ടായതാണ്. ആ മധുരയുടെ നഗരപ്രാന്തത്തിലൂടെ ഒരു കൊച്ചു നദി ഒഴുകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പോയാൽ മറ്റൊരുടെ കിടപ്പുണ്ടാവും. നദിയുടെ പേര് വൈഗ എന്നാണ്. വൈഗ എന്താണ്? വൈഗ നദിയിലേക്ക് അംഗസ്നാനം നടത്താനായി ഗാന്ധി ഇറങ്ങി നിൽക്കുകയാണ്. കോട്ട ധരിച്ചിട്ടുണ്ട്, സൂട്ട് ധരിച്ചിട്ടുണ്ട്, സ്വർണ്ണമണ്ഡലം. അപ്പോഴാണ് കൊടും തമിഴ് ഭാഷയിലാണ് ഒരു സഹോദരി, ഒരു അമ്മ ഗാന്ധിയോട് പറയുന്നത്, നോക്കലേ, സൂക്ഷിച്ചു നോക്കല്ലേ, നഗ്നയാണ്. ഗാന്ധി ചോദിച്ചു, ഇതാണ് ഈ വെള്ളത്തിൽ എന്താ സംഭവം? കൊടും തമിഴിൽ തന്നെയാണ് ഉത്തരം കൊടുത്തത്. ആകെയുള്ളത് ഒരു ചേലയാണ്. ആകെയുള്ളത് ഒരൊറ്റ സാരിയാണ്. ഈ സാരി ഞാൻ വെള്ളത്തിലിറങ്ങി എന്റെ നഗ്നതയെ മറച്ചുകൊണ്ട് എന്റെ വിരലുകളിൽ എന്റെ ചേല, എന്റെ സാരി ഞാൻ സൂര്യന് നേരെ ഉയർത്തിപ്പിടിച്ച് ഉണങ്ങിയാൽ മാത്രമേ എനിക്ക് കേരളത്തിന്റെ നഗ്നത മറക്കാൻ പറ്റുള്ളൂ. ഒറ്റ ചേലയുള്ളൂ. മഹാത്മാഗാന്ധിക്ക് ആകെ പ്രയാസമായി. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സ്വർണ്ണം ഊരിക്കൊണ്ടുള്ള കെട്ടുകളുള്ള അദ്ദേഹത്തിന്റെ കുപ്പായം അഴിച്ചിട്ടിങ്ങനെ നദിയിലെ സഹോദരിക്ക്, നഗ്നയായ സഹോദരിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറയുന്നത്, പെങ്ങളെ നഗ്നതമാക്കി. വജ്രമുക്കുത്തി കൊണ്ട് അലങ്കിതമായ മധുര മീനാക്ഷി അമ്മ ക്ഷേത്രത്തിന്റെ നടയിൽ വന്നിട്ട് ഗാന്ധി പറഞ്ഞു, ഇത് ഞാൻ കോട്ട ധരിക്കില്ല, ഇത് ഞാൻ ഷൂ ധരിക്കില്ല, വില കൂടിയ കോട്ടും സൂട്ടും ഞാൻ ധരിക്കില്ല. കാരണം 35 കോടി ജനതയെ എന്റെ സഹോദരങ്ങൾക്ക് പലർക്കും നാമം മറയ്ക്കാൻ തുണിയില്ല, ഉടുപ്പില്ല, ചെരുപ്പില്ല,
അന്നമില്ല. എന്നാണോ എന്റെ സഹോദരങ്ങൾക്ക് നാണം മറക്കാൻ സ്വന്തമായി തുണിവുണ്ടാകുന്നത്, അതുവരെ ഞാൻ ഒറ്റ മുന്നിൽ ഒറ്റ കൈകൊണ്ടിൽ ഒരു ലഹരിയുമായി ഞാൻ രാജ്യത്തിലൂടെ നീളം നടക്കും. അങ്ങനെയാണ് ഗാന്ധി ഉണ്ടായത്. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ രാജ്യത്തെ. അല്ലാതെ സ്വർണ്ണ കോട്ട് വിട്ടുകൊണ്ടത് സ്വന്തം പേരെഴുതി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല ഈ രാജ്യം. ഈ രാജ്യത്തിന് വലിയൊരു ത്യാഗത്തിന്റെ കഥയുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇന്നലെയാണ് റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്നതിന്റെ തൊട്ട് നാടിയായി തൊപ്പി ധരിച്ചൊരു പാവം കുട്ടി നൂറുകണക്കിന് ബലൂണുകളുമായി എവിടെയോ വിൽപ്പന നടത്തിക്കൊണ്ട് നിൽക്കുന്നൊരു ചിത്രം. ഒരാൾ മതം തലയ്ക്ക് പിടിച്ചൊരാൾ ഓടി വന്നിട്ട് ആ ബലൂണുകൾ കുത്തിപ്പൊട്ടിക്കുകയാണ്. ബലൂണുകൾ കുത്തിപ്പൊട്ടിക്കുമ്പോ പട്ടിണി കൊലമായി മാറിയ ഒരു പാവപ്പെട്ടവൻ, ഒരു 8 വയസ്സുകാരൻ, അവന് മതം തിരഞ്ഞിട്ടില്ല, മതം എന്താണെന്ന് അവന് അറിയില്ല, നിസ്സഹായനായി നോക്കുന്നൊരു ചിത്രമാണ്. ഞാൻ അതിലെ കമന്റുകൾ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ഒരു കമന്റ് ഇങ്ങനെയാണ്: നിന്റെ നിലവിളി സൃഷ്ടാവിലേക്ക് നേരിട്ടാണ്. നിസ്സഹായന്റെ നിലവിളി. പീഡിതരും നിന്ദിതരും നിസ്സഹായരുമായവന്റെ നിലവിളി ഉണ്ടല്ലോ, ആ നിലവിളി നേരിട്ട് സൃഷ്ടാവിലേക്ക് എത്തും. ഒരു കമന്റാണ്: നമ്മുടെ രാജ്യം നമുക്ക് തിരിച്ചു പിടിക്കണോ? രാജ്യം നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? ഇതാണ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന പരിപാടിയിലൂടെ OICC ലക്ഷ്യമിട്ടു. ശരിയാണോ? നിങ്ങളെന്താണ് എല്ലാവരും ഉണ്ടാണ്ടിരിക്കുന്നത്? ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇതാണ് കൈകടി. അടിക്കണമെങ്കിൽ കടാമ അടിക്കാതെ അടിച്ച് പൊളിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയല്ലേ ആരോട് നമുക്ക് പ്രാർത്ഥിക്കണം? ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? സൃഷ്ടാവിനോടാണ്. ഞാൻ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തുനിന്ന് മാത്രമേ ശരണമന്ത്രങ്ങൾ കേട്ടുള്ളൂ. അതിന്റെ തൊട്ട് താഴെ തക്ബീറും ബാദും കേട്ടു. ലോകത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഒരൊറ്റ സ്ഥലത്തുനിന്ന് മാത്രമേ തക്ബീറും ശരണമന്ത്രവും ഒരുമിച്ച് കേട്ടുള്ളൂ. ആ സ്ഥലത്തിന്റെ പേരാണ് ശബരിമല. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടാകും, നിങ്ങൾ വിശ്വസിക്കാത്തവരുണ്ടാകും. നാളെയോ മറ്റന്നാളോ കഴിഞ്ഞാൽ ഞാൻ വിശുദ്ധമായ കാബാലയത്തിൽ വീണ്ടും പരിശ്രമിക്കും ഹജറുൽ അസ്വദിലൊന്ന് മുത്താൻ. ഞാൻ പലതവണ പോയപ്പോഴും പാകിസ്ഥാനിൽ നിന്ന് തോളിൽ കയറിയിട്ടുണ്ട്, മുത്താൻ പറ്റില്ല. അല്ല, നിങ്ങൾ കല്ലിനെ വന്ദിക്കുമോ? വെറും കല്ലിനെ നിങ്ങൾ ബഹുമാനിക്കുമോ? രണ്ടാമത്തെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു, കല്ലിനെ മുത്തുക. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എന്റെ പുണ്യപ്രവാചകൻ കല്ലേ, സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ലേ, സ്വർഗത്തിൽ നിന്നും കിട്ടിയ കല്ലേ, നിന്നെ എന്റെ പുണ്യപ്രവാചകൻ ചുംബിച്ചതിനാൽ ഞാൻ ചുംബിക്കുന്നു. നിന്നെ എന്റെ പുണ്യപ്രവാചകൻ മാനിച്ചതിനാൽ ഞാൻ മാനിക്കുന്നു.
ഹജറുൽ അസ്വദിനെ നിങ്ങൾ മാനിച്ചോ? മാനിക്കോ? മാനിക്കോ? അങ്ങനെയാണെങ്കിൽ 18 പടികൾക്കും ചില തത്വശാസ്ത്രങ്ങളുണ്ട്. ശബരിമലയിൽ പോയിട്ടുള്ളവരുടെ കൈവർക്ക് ഒരാളുണ്ട്, രണ്ടുപേരോ? നമ്മുടെ സഹോദരിമാരും പോയിട്ടില്ല. ഇപ്പോഴൊക്കെ പറ്റോ? കുറച്ചൊക്കെ സാധനങ്ങൾ ബാക്കിയില്ല. നമ്മുടെ നാട്ടിൽ എന്റെയൊക്കെ കുഞ്ഞു കാലഘട്ടത്തിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ചില ദിവസങ്ങളിൽ ഭക്ഷണം ഉണ്ടാകില്ല. നടന്നങ്ങനെ പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെയോ പള്ളികളുടെയോ കാണിക്കപ്പെട്ടിരിക്കുന്ന മുമ്പിൽ 5-ന്റെയോ 2-ന്റെയോ 1-ന്റെയോ തുട്ടുകൾ കണ്ടാൽ വിശന്നു വരഞ്ഞിരിക്കുന്നവൻ പോലും അതെടുത്ത് പോക്കറ്റിലിട്ട് പോയിട്ടില്ല. എങ്ങനെയാണ് ഭരണാധികാരികൾക്ക് കൊള്ളയടിക്കാൻ പറ്റുക? നോക്കാൻ ഏൽപ്പിച്ചവരെങ്ങനെയാണ് ദൈവത്തെ കൊണ്ടടിച്ചത്? വെറും ഒരു പണിയാണ്. നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ ആരാധിക്കണ്ട. പക്ഷേ ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ മാനിക്കട്ടെ. അത് മാനിക്കപ്പെടാതിരിക്കുന്ന സന്ദർഭത്തിൽ മാനിക്കുക തന്നെ വേണം എന്ന് പറയുന്നിടത്താണ് കോൺഗ്രസുകാരന്റെ പ്രസക്തി. കോൺഗ്രസ് അതാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ശരിയല്ലേ? വെറുതെ ഒരു 18 പടി കെട്ടിയിട്ടുള്ളതാണ് എന്തായാലും 19 പടി ഉണ്ടാക്കി വെക്കുന്നത്. എന്നെ അത് 17 ആക്കിയില്ല. അന്ന് മഹാക്ഷേത്രങ്ങളിൽ അയ്യപ്പന്റെ ശാസ്താവിന്റെ ക്ഷേത്രങ്ങളിൽ പോലും 18 പടിയില്ലല്ലോ. ഉണ്ടോ? ശബരിമലയിൽ മാത്രം അതുണ്ടായി. ഈ പോലീസുകാരല്ലേ? ഞാൻ ഇന്ന് പ്രശ്നിക്കുന്ന ബീഹാർ ക്ഷേത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടോ? കാണുന്നില്ലേ? ഉണ്ടല്ലോ. ഇതെന്റെ സ്ഥൂലമായ ശരീരം, ഇതെന്റെ സ്ഥൂലമായ ശരീരമാണ്. എന്റെ പ്രാണനെ, എന്റെ റൂഹിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണുന്നുണ്ടോ ആരെങ്കിലും? എന്നാ റൂഹില്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. എന്താണ് ശബരിമലയിൽ കൊണ്ടുപോകുന്ന ഈ മുടിക്കെട്ടിന്റെ പ്രത്യേകത? ഒരു മുടിയിൽ ഭക്ഷ്യധാന്യങ്ങളാണ്, അവരാണ്, കൽക്കണ്ടാണ്, പഴമാണ്, ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ. മറ്റേ മുടിയിലോ എന്താ? നെയ്യ് തേങ്ങയാണ്. എന്താ തേങ്ങയുടെ പ്രത്യേകത? തേങ്ങയുടെ പ്രത്യേകത തേങ്ങയ്ക്ക് സൂക്ഷ്മ ശരീരമുണ്ട്, സ്ഥൂല ശരീരമുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരം പോലെ കാണാൻ പറ്റുന്ന ചിരട്ടയുണ്ട്. അതാണ് ഏത്? സ്ഥൂല ശരീരം. അതിനകത്തുള്ള പരിപ്പ്, വെളുത്ത പരിപ്പ്, സൂക്ഷ്മ ശരീരം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അതിൽ നെയ്യ് നിറയ്ക്കുന്നത്. നെയ്യ്, പരിശുദ്ധമായ നെയ്യ് തിന്മകളെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെടുത്ത് തലയിൽ വെക്കുകയാണ്. കല്ലും മുള്ളും താണ്ടിയിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. 18 പടികൾ കണ്ടു. ഞാനന്ന് മടങ്ങി. എന്താണ് 18 പടികൾ? ആദ്യത്തെ 5 പടികൾ എന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പാപങ്ങളെല്ലാം ഇല്ലാതെ. എന്താണ് എന്റെ പഞ്ചേന്ദ്രിയം? മനുഷ്യ ശരീരത്തിൽ ആദ്യത്തെ ഇന്ദ്രവേദന പറയുന്നത് ആർക്കും പറയാനില്ലേ? ത്വക്ക. കണ്ടുകൊണ്ട് കണ്ടു പറയൂ. പഞ്ച. അപ്പൊ കണ്ടുകൊണ്ട് തുടങ്ങാം അല്ലേ? അപ്പോ ഒരാൾ ഇരുമുടി കെട്ടുമായി
തന്റെ സൂക്ഷ്മ ശരീരത്തെയും സ്ഥൂല ശരീരത്തെയും ഒരുമിച്ചെടുത്ത് ഒന്നാമത്തെ പടിയിൽ കയറുമ്പോൾ അവനവന്റെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കണ്ട പാപങ്ങൾ, കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത പാപങ്ങൾ അവിടെ തീരുമാനം. വിശ്വസിക്കുക ശാസ്ത്രപദാർത്ഥം. രണ്ടാമത്തെ പടിയിൽ ഒരാൾ ചവിട്ടുമ്പോൾ നാവ് കൊണ്ട് നിങ്ങൾ സംസാരിച്ചുണ്ടാക്കിയ പാപങ്ങൾ. മൂന്നാമത്തെ പടിയിൽ ചവിട്ടുമ്പോൾ ചെവി കൊണ്ട് കേട്ട പാരദൂഷണത്തിന്റെ പാപങ്ങൾ. നാലാമത്തെ പടിയിൽ ചവിട്ടുമ്പോ നീ നിന്റെ മൂക്ക് കൊണ്ട് ശ്വസിച്ച പാപങ്ങൾ തീരും. അഞ്ചാമത്തെ പടിയിൽ തൊക്കുകൊണ്ട് സ്പർശനം കൊണ്ടുണ്ടായ പാപങ്ങൾ തീരും. അപ്പൊ എത്ര പടി? മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ ഇനി ശബരിമല പോകുന്നവരൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിച്ചു. 5 പാപം തീരുന്ന വിശ്വാസമാണ്. ആറാമത്തെ പടി മുതൽ അഷ്ടരാഗങ്ങളാണ്. ശസ്ത്രപണ്ഡിതരെയാണ് അഷ്ടരാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 8 പാപങ്ങൾ. 1 കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, ഡംബ്, അഹന്ത, അസൂയ. എത്ര 8 എന്ന് പറഞ്ഞാൽ ആറാമത്തെ പടി ചവിട്ടുമ്പോൾ കാമം പോലുണ്ടായ പാപം. 8 എത്ര? 13 പടികൾ ചവിട്ടിയാൽ 3 പടികൾ ആർജിച്ചെടുക്കേണ്ടതാണ്. തമോ ഗുണവും രജോ ഗുണവും അതുപോലെ തന്നെ സാത്വിക ഗുണങ്ങളും ആർജിക്കും. 16ാമത്തെ പടിയിൽ ലോകത്ത് നമ്മൾ പഠിച്ച സകല അസ്ത്രശസ്ത്ര വിദ്യകളും അവിടെ വീഴും. പിന്നെ അവനിൽ പഠനമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച MA, LLB, PhD, എഞ്ചിനീയറിംഗും അഡ്വക്കസിയും ശസ്ത്രവും അസ്ത്രവും എല്ലാം ഇവിടെ വീഴും. 16ാമത്തെ പടിയിൽ തീരും. 17ാമത്തെ പടിയിൽ തീരും. 18ാമത്തെ പടിയിൽ ഇതുവരെ പഠിക്കാതിരുന്നതും വീഴും. അവിദ്യയും തീരും. ഒരു മനുഷ്യനിപ്പോ എന്തെങ്കിലും ഉണ്ടോ? പഠനമുണ്ടോ? പാപമുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അയാൾ മുകളിൽ കയറിയിട്ട് അന്തം വിട്ട് നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. നീ ആരെയാണോ തിരഞ്ഞു വന്നത്? നീ തന്നെയാണ്. ഒരു വലിയ തത്വശാസ്ത്രമല്ലേ? അവിടെയാണ് കൊള്ളയടിച്ചത്. അവിടെയാണ് കൊള്ളയടിച്ചത്. കൊള്ളയടിച്ചത് പാടാൻ പാടില്ലത്രേ. സ്വർണം കട്ടത് ആരപ്പാ? പറയണേ ഉറക്കപ്പാട്. സഖാക്കളായ അയ്യപ്പ. പാട്ട് കേട്ടു. 5 എണ്ണത്തിനെതിരെ കേസിട്ടു. 5 എണ്ണത്തിനെതിരെ കേസിട്ടു. തിരുവനന്തപുരത്തെ കിസ് നടന്നു. വിദ്യാർത്ഥികൾക്കുള്ള കിസ്സാണ്. മുഖ്യമന്ത്രിയുടെ പേരുണ്ട് പിണറായി വിജയൻ. ശരിയുണ്ട്. അവാർഡ് 2 ടേം തികച്ചു വരിച്ച മുഖ്യമന്ത്രിയുടെ പേരുണ്ട്. അതും പിണറായി. 10 ചോദ്യം 10 ഉത്തരവിട്ടാണ് പിണറായി വിജയൻ. കഴിഞ്ഞാഴ്ച ഇവിടെ കൊള്ള നടത്തുന്നതിനായി പാട്ട് എഴുതിയപ്പോ അത് പാടാൻ ചെറുക്കട്ടെ. നമുക്ക് ചെറുക്കണോ? നിങ്ങളും ഞാനും 232 രൂപയെന്ന് ചിന്തിച്ചു. കേവലം 232 രൂപയ്ക്ക് വേണ്ടി പകലത്തിലുള്ള ഒരാൾ പണിയെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാണെങ്കിൽ ഉണ്ടോ? 232 രൂപയ്ക്ക് വേണ്ടി ഒരാൾ ജോലി ചെയ്താൽ എങ്ങനെയിരിക്കും? 232 രൂപയിൽ നിന്നും 250 ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറെ പാവപ്പെട്ട സഹോദരിമാർ സമരം ചെയ്തു. കൂലി കൂട്ടിക്കൊടുത്തില്ല. അവരെ സമരത്തെ അടിച്ചമർത്തി. എന്നാൽ ജയിലിൽ കിടക്കുന്നവന്മാരുടെ എല്ലാവരുടെയും ശമ്പളം നാട്ടിൽ 750, 1000, 1500 രൂപ കൂട്ടി. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇപ്പൊ ജയിലിൽ കിടക്കുന്നതാണ് ലാഭം. മാറ്റമുണ്ടാക്കട്ടെ. നമുക്ക് മാറ്റമുണ്ടാക്കട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും സഖാക്കളുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം.
രക്തസാക്ഷി ഫണ്ട് വെട്ടാൻ പാടില്ല. രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ചാൽ കണക്കുണ്ടാവുന്നേ ഉണ്ടാവണോ? കണക്ക് ചോദിച്ചവൻ പുറത്ത്, അവന്റെ വീടിന്റെ മുമ്പിൽ പഴമണം. കണക്ക് കൊള്ളയടിച്ചവനെ പ്രമോഷൻ. മാറ്റം ഉണ്ടാക്കണ്ടേ? നമുക്ക് ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണമെന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? ഒരിക്കൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ടു. നരേന്ദ്രമോദി എപ്പോഴും പറഞ്ഞത് പറയുന്നതാണ്. ഞാനത് ഉറപ്പിച്ചു പറയുകയാണ്. നരേന്ദ്രമോദി ഇലക്ഷൻ സമയത്ത് മാത്രമേ ബോധപൂർവം വർഗീയത പറയാറുള്ളൂ. അദ്ദേഹത്തിന്റെ പല സ്പീച്ചുകൾ പ്രസംഗം ചെയ്തിട്ടുണ്ട്. വർഗീയത കുത്തിക്കയറ്റിയത് മുഴുവൻ ഇലക്ഷൻ സമയത്താണ്. ഒരു പ്രസംഗം എങ്ങനെയായിരുന്നു? കുറെ ആളുകളുണ്ടല്ലോ, വേഷം കണ്ടാ തിരിച്ചറിയില്ലേ? വേഷം കണ്ടവരെ തിരിച്ചറിയാം. ഇലക്ഷനിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് കേട്ട ഒരു നിമിഷം ഉണ്ടായി. ഗുജറാത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് സകല സർവേകൾ പറഞ്ഞ ദിവസം, അന്ന് വൈകുന്നേരം അഹമ്മദാബാദിലെ പ്രസംഗം എങ്ങനെയായിരുന്നു? ഗുജറാത്തികളെ, സ്വാഭിമാനം വീണ്ടെടുക്കണം കേട്ടോ. കാരണം നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരും. ആര് പറഞ്ഞത്? നരേന്ദ്രമോദി പറയാണ് നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരും. അഹമ്മദ് പട്ടേൽ കേരളത്തിലെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ്. അഹമ്മദ് പട്ടേൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാവുന്ന ഒറ്റയായി കഴിച്ചു കൊണ്ടുതിരിഞ്ഞു. നിങ്ങൾ കേരളത്തിലെ ഒരു മന്ത്രിയുടെ പ്രസ്താവന കേട്ടോ. എന്താ പ്രസ്താവന? ജയിച്ചവരുടെ പേരുകൾ നോക്കൂ, അതിനകത്തുണ്ടല്ല. എങ്ങനെയാണ് ഒരു ഭരണകൂടത്തെ നേടിയിരിക്കുന്ന ഒരു പാർട്ടിക്ക് RSSഉം BJPയും പറയുന്ന പോലെ വർഗീയത പറയാൻ കഴിയുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളാണ് കണ്ടത്. നമ്മൾ ഇന്നലെ പഠിച്ചതെന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, റിപ്പബ്ലിക് ഡേ, താജ്മഹല്, ഇതൊക്കെയല്ലേ ഇന്നലെ പഠിച്ചത്. ഇനി മുതൽ നമ്മുടെ ഒരൊറ്റ കുട്ടി ഇതൊന്നും പഠിക്കില്ല. സിലബസിനെല്ലാം മാറ്റി. ഇനി പഠിക്കുന്നത് പ്രധാനമന്ത്രി പറയുന്നത് പഠിച്ചാൽ മതി. 1400 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ RSSനെ വിറ്റത്. PMC. നിങ്ങളുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകളായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, കേരളത്തിലെ CPM BJPയുടെ B ടീമായിട്ട് മാറി. ഞാനൊരു പ്രസംഗത്തിൽ പിടിക്കുന്നില്ല. വരാൻ പോകുന്ന റിസൾട്ട് പുറത്തു വരാൻ പോവാണ്. ഞങ്ങളുടെ യാത്ര 6-ാം തീയതി ആരംഭിക്കുകയാണ്. ശ്രീ VD സതീശൻ നയിക്കുന്ന ജാഥ പുതുയുഗ യാത്ര. പുതുയുഗ യാത്ര ആരംഭിക്കാൻ പോവാണ്. ഞങ്ങൾ വെറുതെ പ്രവാസികൾ മടങ്ങിപ്പോയാൽ 10,000 രൂപ ഞങ്ങൾ പറഞ്ഞു പറ്റിക്കില്ല. നാടിന്റെ സമഗ്രമായ മാറ്റങ്ങൾ ഒന്നൊന്നായി പെണ്ണി പറയുന്ന, നാടിന്റെ സമഗ്രമായ മാറ്റത്തിൽ എന്ത് ചെയ്യുമെന്ന് പറയുന്ന റിസൾട്ട് ഉണ്ടാക്കുന്ന പദ്ധതികൾ ഞങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയും. തെരഞ്ഞെടുപ്പിനെല്ലാം നിങ്ങൾക്ക് എത്ര പേർ വോട്ടുണ്ട്? സഹോദരങ്ങളോടാണ് ഇതിലിരിക്കുന്ന എത്ര പേർ വോട്ടുണ്ടെന്ന് നിങ്ങൾ പരിശോധിച്ചോ? നിങ്ങളുടെ പലരുടെയും വോട്ട് വെട്ടിപ്പോയിരിക്കുകയാണ്. SIRന്റെ മറവിൽ കേരളത്തിലെ 40 ലക്ഷം പേരുടെ വോട്ടാണ് വെട്ടിക്കളഞ്ഞത്. വോട്ടുണ്ടോ? നോക്കിയോ? എല്ലാവരും സൈറ്റുകളിൽ കയറിയിട്ട് ഓപ്പണാക്കി നോക്കണം. വോട്ടില്ലാതെ കണ്ടാൽ ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം? ചേർക്കാം. വോട്ടില്ലെങ്കിൽ പിന്നെ പൗരത്വം ഉണ്ടാകില്ല. നാട് അങ്ങനെ തന്നെ മാറിപ്പോവുകയാണ്. ഒരു ദീർഘ സംഭാഷണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യ തിരിച്ചു പിടിക്കണോ? നമ്മുടെ സൗഹാർദ്ദം നിലനിർത്തണോ? മനുഷ്യനെ മരവിപ്പിക്കുന്ന തരത്തിൽ വർഗീയത പറഞ്ഞാൽ പത്മശ്രീ കിട്ടുമെങ്കിൽ തിരുത്തപ്പെടേണ്ട നമുക്ക് മാറ്റമുണ്ടാക്കണ്ടേ? കടുത്ത വർഗീയത പറഞ്ഞാലേ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റമുണ്ടാക്കണ്ടേ?
ഇവിടെ ഈ തളിപ്പറമ്പിലൊരു പയ്യന്നൂരിലൊരു പൊതുവാളുണ്ട്, അറിയോ? ആരാ പൊതുവാള്? പയ്യന്നൂരിലെ പൊതുവാളിനറിയോ? ചോദിച്ചു അറിയില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ പയ്യന്നൂരിലെ പൊതുവാളിന്? അറിയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരെ ജാതകം നോക്കിക്കൊടുത്ത് വിലയിരുത്തുന്ന ആളാണ് പൊതുവാൾ. പൊതുവാളുടെ അടുത്ത സമയത്ത് പിണറായി വിജയന്റെ അടുത്ത അനുയായി പോയി കണ്ടു. കണ്ടിട്ട് പറഞ്ഞു, കൊട്ടാരത്തിൽ എപ്പോഴും തീയാണ്, രാജകുമാരിക്കും രാജാവിനും ഒക്കെ എപ്പോഴും ആദിയാണ്, എന്തെങ്കിലും നോക്കി പറയാൻ പറഞ്ഞു. നോക്കി പറഞ്ഞ എന്താണെന്നറിയോ? ശാസ്താവിന്റെ ക്ഷാമയിരിക്കുകയാണ്, വിശ്വാസധാരകളില്ല എന്നതിനാൽ പ്രായശ്ചിത്തം ചെയ്യണം. ഉടനെ ചോദിച്ചു, എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? അതൊരു കാര്യം ചെയ്താൽ മതി, അന്നമൂട്ടണം. എന്താണ് അന്നമൂട്ടണം? എന്നിട്ട് പറഞ്ഞു, അന്നമൂട്ട കറുത്ത ഉടുപ്പും കറുത്ത വസ്ത്രങ്ങളും ധരിക്കണം. പറഞ്ഞു അത് പറ്റില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ കറുത്ത വസ്ത്രം ധരിക്കാനൊന്നും പറ്റില്ല. ശരി, ഒരു കാര്യം ചെയ്യും, കറുത്ത കാറിൽ സഞ്ചരിച്ചാലും മതി. അങ്ങനെയാണ് ഇപ്പൊ 2 കോടി രൂപയ്ക്ക് കണ്ടോ കാർ? ആരും കണ്ടില്ലേ? കറുത്ത വണ്ടിയിലാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, വിളിച്ചു ചൊല്ലി അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്ത പാപത്തിനെ വിളിച്ചു ചൊല്ലി അപേക്ഷിക്കണം. ഇപ്പൊ പോയ ആൾ പറഞ്ഞു, വിളിച്ചു ചൊല്ലാനൊന്നും പറ്റില്ല, പുള്ളിക്കാന്ന് പറയില്ല. കൊടുത്ത മറുപടി എങ്ങനെയാണ്? 2 വരിയെങ്കിലും സ്തുതിച്ചു പറയണം. അങ്ങനെ എഴുതി കൊടുത്ത വരിയാണേത്? കല്ലും മുള്ളും പാട്, കല്ലും മുള്ളും കാലക്ക് മെത്ത. നമ്മൾ പാടാറില്ലേ? പുള്ളിക്ക് എഴുതി കൊടുത്തു, പക്ഷെ പുള്ളിക്ക് അറിയില്ല. പുള്ളിക്ക് എന്റെ കല്ല്, പുള്ളിക്ക് എന്റെ മുള്ളു. പുള്ളി അങ്ങനെ എഴുതി വെച്ചു. വായിച്ചത് ഇങ്ങനെയാണ്, കല്ലും മുള്ളും കാലി കുത്തും. ഉള്ളതും കൂടെ പോയി. ഇപ്പോ രാജകൊട്ടാരത്തിൽ 1-ാം തീയതി വിളിച്ചിരിക്കുന്നത്. നമുക്ക് മാറ്റം ഉണ്ടാക്കണം. സാധുക്കളെയും പാവപ്പെട്ടവരെയും ചേർത്ത് ഈ ബുറൈനയിൽ എത്രയോ കൊല്ലമായി ജീവിതം കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഒത്തിരി സഹോദരങ്ങളുടെ വർഗീയതയില്ലാതെ ജീവിക്കണം. എന്താണ്? ഹലോ, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞാൻ അവിടെ നോക്കുമ്പോ ഗൾഫ് രാജ്യത്ത് പണിയെടുത്തിട്ട് കടുത്ത വർഗീയതയിലുള്ള ആളുകളുണ്ട്. യൂറോപ്പിൽ പോയി പണിയെടുത്തു, കടുത്ത വർഗീയതയിലേക്ക് തന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളോട് വളരെ മാന്യമായി നിങ്ങളുടെ ഇടപെടുന്ന ആളുകളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലേക്ക് നിങ്ങൾ കയറി നോക്കുക. ദ്വന്ദ്മുഖങ്ങൾ തിരിച്ചറിയാം. അവരുടെ ഫേസ്ബുക്ക് കമന്റുകളിലേക്ക് നിങ്ങൾ നോക്കുക. വിഷം തുപ്പി ഇടുന്നത് കാണാം. എങ്ങനെയാണ് ഈ നാട്ടിൽ അങ്ങനെ ഉണ്ടായത്? എന്താണ് നിങ്ങൾ ഹിന്ദുവായത്? എന്താണ് നിങ്ങൾ മുസ്ലിമായത്? നിങ്ങൾക്കിടയിൽ നിങ്ങളറിയാതെ ലോകാലത്തിൽ പടർന്നതാണ്. അറിയാതെ പടർന്നതാണ്, പടർത്തിയതാണ്. ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ അമ്മമാർ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അറിയോ? പഠിക്കാൻ വരുന്ന അടുത്തിരിക്കുന്ന കുട്ടിയോട് ഒരിക്കലും നിന്റെ മതം ചോദിക്കട്ടെ എന്നാണ് സകല ഉമ്മമാരും അമ്മമാരും ആദ്യം മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കലും അടുത്ത് പഠിക്കാനിരിക്കുന്ന കുട്ടിയോട് നിന്റെ മതമേത് എന്ന് ചോദിക്കല്ലേ മക്കളെ എന്ന് ഒരു ഉമ്മ പറഞ്ഞു കൊടുത്താൽ, ഒരു അമ്മ പറഞ്ഞു കൊടുത്താൽ അവന്റെ ജീവിതത്തിൽ പിന്നെ അവൻ വർഗീയമാണ്. വർഗീയതക്കെതിരായി ശക്തമായ പോരാട്ടമാണ്. മാറ്റണം. രാഷ്ട്രീയത്തിലൊക്കെ മാറി ഇതിലൊക്കെ വരാം, അത് പ്രശ്നമില്ല. പക്ഷെ വർഗീയത തലയ്ക്ക് വിളിച്ചു പോയാൽ നാട് കത്തിപ്പോകും, മനസ്സുകൾ വിഷലിപ്തമാകും. ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്, ബുറൈദയെ പോലെ സൗദിയുടെ ഈ ഓരത്ത് എത്രയോ കാലങ്ങൾക്കപ്പുറത്തു നിന്നും വർഷങ്ങളുടെ കാല ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് തങ്ങിയവരാണെങ്കിൽ ഇതിൽ എത്ര പേർ മടങ്ങിപ്പോകുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ പലരും നിങ്ങളുടെ ജീവിത സായാഹ്നത്തിൽ പോലും ചിലപ്പോൾ താങ്കളിലേക്ക് പോയത്
നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിട്ടു വരില്ല. പോയവർ പോലും അവിടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു, നിങ്ങളിൽ ഒരു ഇമോഷണൽ ലോക്ക് ഉണ്ടാവണം. നിങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാവണം. പരസ്പരം കാണാൻ, ഇരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, സാംസ്കാരിക പരിപാടികൾ ഒരുമിച്ചിരിക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ കഴിയുന്നതുപോലെ 10 കൊല്ലം കഴിഞ്ഞാൽ കഴിയുമെന്ന് രാജ്യത്ത് ഉറപ്പില്ല. OICC, KICC ഒക്കെ ശ്രമിക്കേണ്ടത് അതുപോലുള്ള കൂട്ടായ്മകൾക്കാണ്. ഞാൻ എൻ്റെ ഉമ്മമാരെയും അമ്മമാരെയും എൻ്റെ സഹോദരികളെയും അനുവാദം ചെയ്യുന്നു. നിങ്ങൾ ഈ അർദ്ധരാത്രിയിൽ നിങ്ങളുടെ തൊഴിലിൽ ശ്രദ്ധിച്ചതിന് ശേഷം വന്നിരുന്നല്ലോ, ആ ഇരിക്കാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, അതിനെ 100 കുതിരപ്പുവാൻ നാളെയും കാണാം. അവനവന്റെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാതൃഭാഷ കൂടി പഠിപ്പിച്ചെടുക്കണം. എന്ത് ചെയ്യണം? മാതൃഭാഷ കൂടി പഠിപ്പിച്ചെടുക്കണം. വായിക്കാനും എഴുതാനും. അവരും ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചും ഇവിടെ ജനിച്ചു വളർന്ന മക്കളോട് നിങ്ങൾ പറഞ്ഞു. മലയാള മാതൃഭാഷയുടെ മഹത്വത്തെ സംബന്ധിച്ച് മക്കളോട് അമ്മമാർ കഥകൾ പറഞ്ഞു. നാടിനോട് അറ്റാച്ച്മെന്റ് അത് നിങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ കന്നം തരുന്ന നാടിനോടും നിങ്ങൾ കൂടുതൽ അന്നം തരുന്ന നാടിനോടും നിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയോടും നിങ്ങൾ അചഞ്ചലമായ കൂറുപുലർത്തണം. ഇവിടുത്തെ സ്വാതന്ത്ര്യം എന്താണോ അംഗീകരിക്കണം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കണം. കാരണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ സ്വത്വബോധത്തോടെ നിങ്ങൾ ചേർന്ന് നിൽക്കണമെന്ന് ഞാൻ ഇവരെ സമർപ്പിക്കുന്നു. അൽ ഖസീമിന്റെ ബുറൈദയിലെ ഈ രാവിലെ ഒരുമിച്ച് കൂടിയ എൻ്റെ സഹോദരങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. രാഷ്ട്രീയപരമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, 110 സീറ്റുകളുമായി ഐക്യജനാധിപത്യം കളിക്കാൻ പ്രതികാരത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് 60 മുകളിൽ സീറ്റ് പിടിക്കും. കേരളത്തിൽ ചോദിക്കാനും പറയാനും ആളുണ്ടാകും. ഇന്നലകളിൽ അവഗണിച്ചവരുണ്ട്, ചവിട്ടി തേച്ചവരുണ്ട്, ഞങ്ങളുടെ സഹോദരിമാരുടെ മുടി കുത്തി പിടിച്ചവരുണ്ട്, ഞങ്ങളുടെ കൂടപ്പുറപ്പുകളുടെ ജയിലടച്ചവരുണ്ട്, ഞങ്ങളുടെ തലമുറയുടെ ഇരുമ്പ് മടിയിൽ കൊണ്ട് അടിച്ചവരുണ്ട്. ജയിലറകളിൽ ഞങ്ങൾ കോറിയിട്ട് മുദ്രാവാക്യങ്ങൾ ഈ പാർട്ടിയിൽ ചേർന്ന ഒറ്റ കാരണത്താൽ നീതി നിഷേധിക്കപ്പെട്ടവർ ആയിരങ്ങളുണ്ട്. ഈ പാർട്ടികളുടെ കൊടി പിടിച്ചത് കാരണത്താൽ അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവർ ഒത്തിരിയുണ്ട്. ഈ പാർട്ടികളിൽ പണിയെടുക്കുന്ന കാരണത്താൽ സ്ഥലം മാറ്റപ്പെട്ടവർ, ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവർ, അടിമകളെ പോലെ പരിഗണിക്കേണ്ടി വന്നവർ, ശബ്ദമില്ലാത്തവരായിട്ട് മാറിയവർ, പീഡിപ്പിക്കപ്പെട്ടവർ, നിന്ദിതരാക്കപ്പെട്ടവർ ആയിരങ്ങൾ. അവരുടെ ശബ്ദം ഈ ഉണ്ടാവാൻ. ഞാൻ ആവർത്തിക്കുന്നു, ദ്രോഹിച്ചവരോട് ഓരോ മാപ്പും പറയുന്ന പ്രശ്നമില്ല. തിരഞ്ഞു വിളിക്കും. ഞങ്ങളെ കുട്ടികളെ തെരുവിൽ തള്ളി ഏമാന്മാരുണ്ട്. എല്ലാവരെയും കണക്ക് പറഞ്ഞു തന്നെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പുറപ്പെടുത്തില്ല. നമ്മളോട് ദാർഷ്ട്യം കാണിച്ച ഉദ്യോഗസ്ഥർക്കുണ്ട്. വരിവരിയായി നിരയായി ഞങ്ങളുടെ മുമ്പിൽ അവരുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ കണ്ടപ്പോൾ വല്ലാതെ ഉപദ്രവിച്ചവന്മാരുണ്ട്. തിരഞ്ഞു പിടിക്കും. കോൺഗ്രസ് ആയതിനാൽ, മുസ്ലിം ലീഗ് ആയതിനാൽ, UDF ആയതിനാൽ വേട്ടമൃഗങ്ങളെ പോലെ വേട്ടയാടിയിട്ടുണ്ട്. മറക്കില്ല, പുറക്കില്ല, സന്ധി ചെയ്യുകയില്ല. തിരഞ്ഞു പിടിക്കുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സൗമനസ്യം ഉണ്ടാവണ്ടേ? സമന്വയമായിക്കൂടെ?
നമ്മുടെ രാഷ്ട്രീയ ലൈൻ അങ്ങനെയല്ലേ? ഇപ്പൊ തൽക്കാലം മനസ്സിൽ സാമാന്യ ഇനിയിപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിങ്ങളെ എതിർക്കുന്ന സഹാക്കന്മാർ KMCC-യോടും OICC-യോടൊക്കെ ഒരു കൊച്ചു കൊച്ചു ചങ്ങാത്തത്തിൽ കടന്നു വന്നു. ഇന്നലെ വരെ നിങ്ങളെ പരസ്പരം കുറ്റപ്പെടുത്തിയവർ അണിയാനൊക്കെ വിളിക്കാൻ തുടങ്ങി. നിങ്ങള് രാഷ്ട്രീയപരമായി വിയോജിപ്പുകൾ പറഞ്ഞവരുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ പൈസകളിൽ സഖ്യമോ ആനന്ദമോ എന്തോ ആയിക്കോ, നമുക്കൊരു വിഷയമായില്ല. പക്ഷേ രാഷ്ട്രീയ ലൈനിന്റെ കാര്യത്തിൽ വെള്ളം ചേർക്കുന്ന സമീപനം ഉണ്ടാവുകയില്ല. ഒന്നോ രണ്ടോ ശബ്ദങ്ങൾക്ക് മുമ്പിൽ പതിരിപ്പോകുമെന്നുള്ള വിചാരമേ വേണ്ട. വിറപ്പിച്ചാൽ വിറക്കുന്ന ഹൃദയങ്ങൾക്ക് അവകാശികൾ അല്ല. ആരെങ്കിലും ഒന്ന് കുലുക്കിയാൽ അത് കുലുങ്ങി വിളച്ചു പോകുമെന്നുള്ള ധാരണയും ആർക്കും വേണ്ട. ഒന്നോ രണ്ടോ ആളുകൾ ഒന്ന് കൊമ്പിട്ടൊന്ന് കുലുക്കിയാൽ ഈ നാടാളികളൊന്ന് കുലുങ്ങുന്നു എന്നുള്ള ധാരണയും ആർക്കും വേണ്ട. ഇതുപോലെ ഊരിപ്പിടിച്ച വടിവാളിന്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും മുമ്പിലൂടെ നടന്ന കഥയൊന്നും എനിക്കില്ല. പക്ഷെ ഒരു കാര്യം ആവർത്തിക്കുന്നു, ഇതുവരെ എത്തിയത് ത്യാഗനിർഭരമായ മണക്കാടുകളിലൂടെ നടന്നു തന്നെയാണ്. ഇതുവരെ എത്തിയത് സംസാരിച്ചും പറഞ്ഞും തന്നെയാണ് എത്തിയത്. മൗനം അവലംബിച്ചുകൊണ്ട്, തല കുരിച്ചു പിടിച്ചുകൊണ്ട്, നാവുകൾ ചങ്ങലക്കിട്ടുകൊണ്ട്, നടുവളച്ചു പിടിച്ചുകൊണ്ട് ഒന്നും നേടാൻ വേണ്ടി ഔദാര്യത്തിന്റെ ഭിക്ഷാപാത്രവുമായി ആരുടെ മുമ്പിലും നിലനിന്നിട്ടില്ല. ആത്മഹത്തോടെ ശബ്ദമുയർത്തേണ്ടവർക്ക് ശബ്ദമുയർത്തി, പ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധിച്ചു, പറയേണ്ടത് പറഞ്ഞു, പറയിപ്പിക്കേണ്ടവരെ തിരുത്തിയും തന്നെയാണ് മുന്നോട്ട് പോയത്. വല്ലാതെ എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ എന്ന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം BRM ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും അംഗീകരിക്കപ്പെട്ടവൻ എന്ന ധാരണയും എന്നെ നയിക്കുന്നില്ല. എനിക്കൊരു പക്ഷമുണ്ട്. ആ പക്ഷം അവഗണിക്കപ്പെട്ടവന്റെയും ശബ്ദമില്ലാതെയും അടിച്ചമർത്തപ്പെട്ടവന്റെയും ജയിലിൽ കിടക്കുന്നവന്റെയും ശബ്ദം തൊണ്ടയിൽ പിടിക്കുന്നവന്റെയും അധികാര ഭ്രാന്തിന്റെ ചക്രങ്ങൾക്ക് കീഴിൽ അമർന്നുപോയ പരിഗണിക്കപ്പെടാത്തവരുടെ ശബ്ദമാണ്. ആ ശബ്ദം താഴ്ത്തിയ സംഭവം. ഒരുപാട് പേർ അമർത്തിക്കളയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നോട് ഇത്ര ഉണ്ടായിരുന്നപ്പോ KSU കാലഘട്ടം മുതൽ അത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അമർന്നു പോയിരുന്നെങ്കിൽ ഇന്നിവിടെ നിൽക്കോ? ഇല്ല. പിന്നെ ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യനോട് പറയുന്ന ഒരു വാചകം, ആരെങ്കിലും എതിർക്കാൻ ആരെങ്കിലും ഉണ്ടോ? സദസ് മുഴുവൻ നിശബ്ദമാണ്. ഒരാൾ പോലും എഴുന്നേൽക്കുന്നില്ല. ഒരാൾ എഴുന്നേറ്റു, ഞാൻ എതിർക്കുന്നു നിങ്ങളെ. ഭരണാധികാരിക്ക് കാര്യം പിടികിട്ടി എതിർക്കാൻ ഒരാളുണ്ട്. ഉടൻ തന്നെ ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ എതിർക്കാനുള്ള ആ സ്വാതന്ത്ര്യമില്ലേ? ആ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ മാനിക്കുന്നത്. ഈ വേളയിൽ OICC-യുടെ വേളയിൽ, കോൺഗ്രസുകാരാൽ ചുറ്റപ്പെട്ട വേളയിൽ എതിർ ശബ്ദമുയർത്താനുള്ള നിങ്ങളുടെ അവകാശത്തെ മാനിച്ചുകൊണ്ട് തന്നെ കടുത്ത വിയോജിപ്പോടുകൂടി പറയുകയാണ്, ഇത് കോൺഗ്രസിന്റെ വേദിയാണ്. ഇതിനേക്കാൾ വലിയ കിട്ടുവിടങ്ങൾ 200 കൊല്ലം ഏറ്റുവാങ്ങിയിട്ട് ആരുടെ മുമ്പിൽ സടകുഴഞ്ഞ് താഴെ പോയാതെ ഒറ്റക്കൊറ്റയ്ക്ക് പോരാടി തന്നെയാണ് കോൺഗ്രസ്
ഇന്ത്യയെ വീണ്ടെടുത്തത്. അന്ന് ഒന്നാമത്തെ ലെയർ മുമ്പിലോട്ട് കയറിയപ്പോ ബ്രിട്ടീഷുകാരന്റെ അടികൊണ്ട് തലപൊട്ടി കുറെ പേർ വീണു. രണ്ടാമത്തെ ലെയർ മുമ്പോട്ട് കയറി അടികൊണ്ട് വീണു. മൂന്നാമത്തെ ലെയർ മുമ്പോട്ട് കയറി അടികൊണ്ട് വീണു. നാലാമത്തെ ലെയറിനൊരു തോന്നലുണ്ടായെങ്കിലോ ഇനി ഞങ്ങൾ കയറിയാൽ ഞങ്ങളുടെ തലയിൽ പൊളിയുമെന്നൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടായി. നാലാമത്തെ ലെയർ പുറകോട്ട് പോയെങ്കിലോ ഈ നാടുണ്ടാവുമായിരുന്നോ? നാലാമത്തവരും മുമ്പോട്ട് തന്നെ കയറി. അഞ്ചാമത്തവർ പുറകെ വരുമെന്ന് ധാരണയില്ല. ഒരുപക്ഷെ ഇത് അവസാനത്തെ ലെയറാണെന്ന് ധാരണയിൽ മുമ്പോട്ട് തന്നെ കയറി. അങ്ങനെ കയറിയാണ് ഇതിനെ ഉണ്ടാക്കി. പക്ഷേ മനുഷ്യ സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ അവർ രാഷ്ട്രീയമില്ല. ഉണ്ടോ? ജീവകാരുണ്യത്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയമില്ല. രക്തം പങ്കുവയ്ക്കലിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. ബൈത്തുർ റഹ്മയുടെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. CSന്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. വിഹിതം വീതിച്ചു കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു പക്ഷമുണ്ട്. ആ പക്ഷം ജനാധിപത്യം അംഗീകരിച്ച പക്ഷം തന്നെയാണ്. ആ പക്ഷമാണ് അടുത്ത മാസം കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാനായിട്ട് എതിർക്കുന്ന പക്ഷമില്ലേ? എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ പക്ഷമില്ലേ? 35 കടക്കുകയില്ല, 140-ൽ 35 സീറ്റ് തികച്ചുപിടിക്കുകയില്ല എന്ന് ഞാൻ ഈ പുറകിൽ പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചുള്ളൂ. 35 സീറ്റിലേക്ക് പ്രചരിപ്പിക്കും. എത്ര? പേരാമ്പ്ര ഉൾപ്പെടെ, കണ്ണൂരിലെ കൂത്തുപറമ്പ് ഉൾപ്പെടെ പല വിപ്ലവ മണ്ണുകളും തകർന്നു വീഴും. ഇതുവരെ നമ്മുടെ എല്ലാവരും പല സ്ഥലങ്ങളിലും ഐക്യജനാധിപത്യം വേണ്ടി പൊടിപാലിക്കും. നിങ്ങൾ എഴുതി വെച്ചോ, വിപ്ലവ സിംഹങ്ങൾ പലരും രക്തസാക്ഷികളായി, ജനാധിപത്യത്തിന്റെ രക്തസാക്ഷികളായി തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പെട്ടു. അതിനുവേണ്ടി ഒറ്റക്കെട്ടായിരിക്കും. നിങ്ങളിങ്ങനെ കളാകൊണ്ടടിക്കുക, ഒരുമിച്ചൊന്ന് കൈയടിച്ച് നോക്കട്ടെ. എല്ലാവരും കൂടി ആരോഗ്യത്തോടെ കൈയടിച്ച് ശബ്ദം ഉയർത്തി കൈയടിക്കുക, ജയ് വിളിച്ചുകൊണ്ട് കൈയടിക്കുക, UDF സിന്ദാബാദ് വിളിച്ചുകൊണ്ട് കൈയടിക്കുക, ജയ് ഹിന്ദ് ആവർത്തിച്ച് വിളിച്ചു പറയും, ജയ് ഹിന്ദ്, ജയ് UDF.